ഹലോ. അപ്പോൾ ഇന്ന് നമുക്കൊരു ലഞ്ച് തയ്യാറാക്കുന്ന വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. രാവിലെ ചോറൊക്കെ തിളപ്പിക്കാനായിട്ട് തെർമൽ കുക്കറിൽ നിന്നെടുത്ത് സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. ചോറ് തിളപ്പിക്കുമ്പോൾ കുറച്ച് ഉപ്പ് കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. രാവിലെ പുട്ടും ബീഫ് കറിയുമായിരുന്നു. ബീഫ് ഇന്നലെ ഉണ്ടാക്കിയതാണ്. രാവിലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു. പിന്നെ ഇന്ന് നമുക്ക് കുറേ നാളുകൾക്ക് ശേഷം നത്തോലി കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് മീനങ്ങ് കഴുകിയെടുക്കാം. മീനിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. കുറേ ദിവസമായി ഇവിടെ മീൻ മേടിച്ചിട്ട്. പക്ഷേ ഇതിലെ മീനൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ചിലരൊക്കെ മേടിക്കും, ചിലർ മേടിക്കുകയില്ല. അപ്പം നമ്മൾ കുറേ ദിവസം പച്ചക്കറിയൊക്കെ കഴിച്ച് മടുക്കുമ്പോൾ ഇടയ്ക്കൊന്ന് മേടിക്കാറുണ്ട്. അങ്ങനെ മേടിച്ചതാണ് ഇന്ന്. നെത്തോലിയാണ്, ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് മേടിച്ചതാണ്. നമുക്ക് മീൻ പെട്ടെന്ന് അങ്ങ് കഴുകിയെടുക്കാം. പുറത്ത് പൂച്ചകളൊക്കെ നല്ല ബഹളമുണ്ട്. അവർക്ക് മീനൊക്കെ കിട്ടിയിട്ട് കുറേ ദിവസമായ കാരണം അവരിങ്ങനെ കരയുകയാണ്. ഇടയ്ക്ക് ഞങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് മേടിച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. അവർക്ക് മേടിച്ച് കറി വെക്കോ ഫ്രൈ ചെയ്തോ ഒക്കെ വെച്ചിട്ട് അവർക്ക് ചോറിൻ്റെ കൂടെ കൊടുക്കാറുണ്ട്. നമ്മുടെ ചോറ് തിളച്ചിട്ടുണ്ട്. നമ്മൾ ചോറ് അടുപ്പിൽ നിന്നെടുത്ത് തെർമൽ കുക്കറിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ ചോറൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. മീൻ നമ്മൾ വെട്ടിയെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല ഭംഗിയായിട്ടൊന്ന് കഴുകിയെടുക്കാം. അതിന് മുമ്പായിട്ട് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് നന്നായിട്ട് ഉരച്ച് കഴുകിയെടുക്കണം. എത്ര വെള്ളത്തിൽ കഴുകിയാലും മതിയാകില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ എത്ര കഴുകിയാലും ഒരു സംതൃപ്തി വരികയില്ല. വീണ്ടും 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 ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കും. ഇപ്പോൾ മീനൊക്കെ കഴുകിയെടുത്ത് വന്നിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ കുറച്ച് കപ്പ ഇരുന്നതാണ് ഇന്നലത്തെ. അത് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ചോറ് ഇരിപ്പുണ്ടായിരുന്നു. ഈ ചോറിൽ കറുത്ത് കാണുന്നത് പ്രാണിയൊന്നുമല്ല കേട്ടോ, അത് കറുത്ത അരി വേവുന്നതാണ്. നമ്മൾ ചോറ് തിളപ്പിച്ച് വാർക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ട്. കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് വാർത്തെടുക്കാമല്ലോ, അതിനു വേണ്ടിയാണ് കുക്കറിൽ വെള്ളം വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ മീൻ ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടി അരപ്പുകളൊക്കെ എടുക്കുകയാണ്. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ഇട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് അതിലേക്ക് മീനിട്ട് ഇളക്കിയെടുക്കുന്നത്. എല്ലാ മീനും അങ്ങ് വറുക്കാനായിട്ട് എടുക്കുന്നില്ല. കുറച്ച് മീൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് പീര വെക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത്. കുറച്ച് മീനേ ഉള്ളൂ, അത് പീര വെക്കാം. ചോറ് തിളച്ചിട്ടുണ്ട്. ചോറങ്ങ് വാർത്തെടുക്കാനായിട്ട് പോവുകയാണ്. ചോറ് വെച്ചിരുന്ന ആ ബർണറിലേക്ക് തന്നെ നമ്മൾ തോരന് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നെത്തോലി തോരൻ, അത് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചോറങ്ങ് വാർത്തെടുക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ വേറൊരു പാൻ കൂടി തൊട്ടടുത്ത ബർണറിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നെത്തോലി ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നമ്മുടെ മീൻ തോരൻ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത് കുറേ പഴയ ഒരു പാനാണത്. അതിപ്പോൾ അടിക്കൊക്കെ പിടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കുറേശ്ശെ. ഇപ്പം നമ്മുടെ നെത്തോലി വറക്കാനുള്ള പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മീനങ്ങ് പറക്കി വെച്ച് കൊടുക്കുകയാണ്. നെത്തോലി ഫ്രൈ ചെയ്യുന്നത് ഇവിടെ എല്ലാവർക്കും പൊതുവെ നല്ല ഇഷ്ടമുള്ള ഒന്നാണ്. അതുകൊണ്ടാണ് കൂടുതലും നെത്തോലി ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. പിന്നെ ഒരു സൈഡ് മൊരിഞ്ഞിട്ടുണ്ട്, നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്.
നെത്തോലിയെല്ലാം നമ്മൾ ഒരു സൈഡ് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മീൻ തോരനും വെള്ളമൊക്കെ വറ്റി റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് പാൻ സ്റ്റവിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ബീഫ് ഒന്ന് വരട്ടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ രാവിലെ ഒന്ന് ചൂടാക്കിയ ബീഫാണ്, അതിൽ ചാറുണ്ടായിരുന്നു. അപ്പോൾ ചാറൊന്നും ഇല്ലാതെ ഒന്ന് വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പാൻ ചൂടായിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബീഫ് ഇട്ട് കൊടുക്കുകയാണ്. മാംസാഹാരങ്ങളൊന്നും വീണ്ടും വീണ്ടും ചൂടാക്കിക്കൂടാന്ന് അറിയാം, പക്ഷെ രാവിലെ ചൂടാക്കി വെച്ചതല്ലേ, ഉച്ചയാകുമ്പോഴേക്കും നല്ലതായിട്ട് തണുത്തിരിക്കും. പിന്നെ ചാറ് ഉണ്ടല്ലോ, അപ്പോൾ ആ ചാറൊക്കെ ഒന്ന് വറ്റിച്ച് എടുക്കാമെന്ന് ഓർത്തിട്ടാണ് വീണ്ടും ഒന്ന് ഉലർത്താമെന്ന് വിചാരിച്ചത്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരു മോരുകറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു കറി ഒഴിക്കാനില്ലാതെ എങ്ങനെയാണെന്ന് ഓർത്തിട്ട് ഉണ്ടാക്കിയതാണ്. നമ്മൾ ചോറൊക്കെ വാർത്തിട്ടത് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ രാവിലെ കലത്തിൽ തെർമൽ കുക്കറിൽ വേറെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടി വാർത്തിട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ കറികളൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇഡ്ഡലി പാത്രം വെച്ചിരിക്കുന്നത് നമ്മൾ കപ്പയൊന്ന് ചൂടാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കപ്പ തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കപ്പ ഫ്രിഡ്ജിൽ നിന്ന് നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഇന്നത്തെ കറികളെല്ലാം റെഡി ആയിട്ടുണ്ട്. മീൻ തോരൻ റെഡി ആയിട്ടുണ്ട്, നെത്തോലി ഫ്രൈ, മോരുകറി, ബീഫ് വരട്ടിയത് ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ തലേന്ന് ബീഫ് കറി വെക്കും, പിറ്റേന്നാകുമ്പോൾ വരട്ടും. പണ്ട് തൊട്ടേ ചെയ്യുന്നൊരു പരിപാടിയാണിത്. എല്ലാവർക്കും അങ്ങനെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ കൊച്ചു വ്ളോഗ് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്ത നല്ല ഒരു വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു.